ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസിൻ്റെ ആൻസർ കീ ആണ് ചെക്ക് ചെയ്യുന്നത്. ഇതിന് മുന്നേ നമ്മൾ കുറച്ച് ആൻസർ കീ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാത്തവരൊന്ന് പോയി എല്ലാം കാണണം. ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. CE 8ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടം ഇന്ത്യ ചരിത്രത്തിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ സി മധ്യകാലഘട്ടമാണ്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ചിത്രങ്ങൾ നിരീക്ഷിച്ച് ഡൽഹിയും മറാത്തയും അധികാര കേന്ദ്രമാക്കാൻ കാരണമായ ഭൂമിശാസ്ത്ര പ്രത്യേകതകളെക്കുറിച്ച് ഒരു താരതമ്യക്കുറിപ്പ് തയ്യാറാക്കുക. നമുക്ക് ആൻസർ നോക്കാം. ആദ്യം നമുക്ക് ഡൽഹിയെക്കുറിച്ചും മറാത്തയെക്കുറിച്ചും ചെറിയൊരു കുറിപ്പ് കൊടുക്കാം. സിന്ധു ഗംഗാ സമതലത്തിലാണ് ഡൽഹി സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രദേശത്തെ ഫലഭൂയിഷ്ഠത കാർഷിക പുരോഗതിക്ക് സഹായകമായി. ആരവല്ലി പർവ്വതനിരകൾ ശത്രുക്കളുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഡൽഹിയെ സഹായിച്ചു. കൂടാതെ കോട്ടകളുടെയും കെട്ടിടങ്ങളുടെയും നിർമ്മാണത്തിനാവശ്യമായ കല്ലുകൾ ശേഖരിക്കാൻ കഴിഞ്ഞു. യമുന നദി ജലഗതാഗതത്തെ സഹായിച്ചതിനൊപ്പം ഡൽഹിക്ക് ആവശ്യമായ ജലം ഉറപ്പുവരുത്തി. ഈ ഭൂമിശാസ്ത്ര പ്രത്യേകതകൾ ആണ് ഭരണാധികാരികളെ ഡൽഹിയിലേക്ക് ആകർഷിച്ചത്. ഡൽഹിയെപ്പോലെ ഭൂമിശാസ്ത്ര പ്രത്യേകതകൾ മറാത്തയ്ക്കും ഉണ്ടായിരുന്നു. ഇവ മറാത്തയുടെ വളർച്ചയെ ഏറെ സ്വാധീനിച്ചു. വിന്ധ്യ സത്പുര പർവ്വതങ്ങളും നർമ്മദ താപ്തി നദികളും മറാത്ത പ്രദേശത്തെ സമീപ പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കി. വേർതിരിച്ചൊന്നും എഴുതാം. ഇത് മറാത്ത പ്രദേശത്തിന് പ്രകൃതിദത്തമായ സംരക്ഷണം നൽകി. ശക്തമായ നാവികസേനയും കരസേനയും മറാത്ത രാജ്യത്തിൻ്റെ പ്രത്യേകതയായിരുന്നു. പ്രബലമായ രാഷ്ട്രീയ ശക്തിയായി മാറാൻ ഇത് അവരെ സഹായിച്ചു. ഡൽഹിയെ ആരവല്ലി പർവ്വതം സംരക്ഷിച്ച പോലെ മറാത്തയെ വിന്ധ്യ സത്പുര പർവ്വതം സംരക്ഷിക്കുന്നു. ഡൽഹിയുടെ വളർച്ചയ്ക്ക് യമുന നദിയും മറാത്തയുടെ വളർച്ചയ്ക്ക് നർമ്മദ നദിയും ഒരുപോലെ സഹായിക്കുന്നു. ഇത്തരം പ്രകൃതിദത്തമായ സവിശേഷതകൾ കാരണമാണ് ഡൽഹിയും മറാത്തയും അധികാര കേന്ദ്രമായി മാറിയത്. സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻ സ്റ്റോപ്പ് ചെയ്തിട്ട് എഴുതിയെടുത്താൽ മതി. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. CE 8ാം നൂറ്റാണ്ടിൽ ഏത് രാജവംശത്തിൻ്റെ ഭരണകാലത്താണ് ഡൽഹി ആദ്യമായി അധികാര കേന്ദ്രമാകുന്നത്? ഓപ്ഷൻ സി തൊമര രാജവംശം. ഓപ്ഷൻ സി ആണ് തൊമര രാജവംശം. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിൻ്റെ ഭൂപ്രകൃതിയും മണ്ണും കാലാവസ്ഥയും എല്ലാം കൃഷിക്ക് ഏറ്റവും അനുകൂലമാണ്. ഇതിനെ ഉപയോഗപ്പെടുത്തുന്ന ഒരു ജീവിതശൈലിയിലേക്ക് നാം മാറേണ്ടതുണ്ട്. ക്വസ്റ്റ്യൻ എ നോക്കുക. ഓരോ കുടുംബവും അവരവർക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ കൃഷി ചെയ്യുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതുക. അപ്പോൾ ആൻസർ നോക്കാം. വിഷരഹിത പച്ചക്കറി കഴിക്കാം അല്ലേ. അടുത്തത് ചിലവുകൾ കുറയ്ക്കാം. പിന്നെ കൃഷി പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കും. പിന്നെ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ സാധിക്കും. 4 പോയിൻ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും പോയിൻ്റ് കൂട്ടിച്ചേർത്ത് എഴുതാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ. 1526 മുതൽ ഡൽഹി മുഗൾ ഭരണത്തിന് കീഴിലായി. CE 9ാം നൂറ്റാണ്ടിൽ ദക്ഷിണേന്ത്യയിൽ ചോള രാജവംശം പ്രബലമായി. താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന കണ്ടെത്തി രേഖപ്പെടുത്തുക. 1ാം പാനിപ്പത്ത് യുദ്ധത്തിൽ ബാബർ ഡൽഹി പിടിച്ചെടുത്തു. അത് ശരിയാണ്. മൻസബ്ദാരി സമ്പ്രദായം അക്ബർ നടപ്പിലാക്കി. അതും ശരിയാണ്. മുഗൾ സാമ്രാജ്യം ഏറ്റവും കൂടുതൽ വിസ്തൃതമായത് അക്ബറുടെ ഭരണകാലത്താണ്. അത് തെറ്റാണ്. ഔറംഗസേബിൻ്റെ കാലത്താണ് ഏറ്റവും കൂടുതൽ വിസ്തൃതമായത്. ഔറംഗസേബിന് ശേഷം മുഗൾ സാമ്രാജ്യം ദുർബലമായി. അത് ശരിയാണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ. ഇതാണ് ആൻസർ. ഓപ്ഷൻ സി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചിത്രം നിരീക്ഷിച്ച് ചോള സാമ്രാജ്യം ഇന്ത്യക്ക് പുറത്ത് ഏതൊക്കെ രാജ്യങ്ങളിൽ വ്യാപിച്ചിരുന്നു എന്നെഴുതുക. നമുക്ക് നോക്കാം. ശ്രീലങ്ക, മലേഷ്യ, ഇന്തോനേഷ്യൻ ദ്വീപുകൾ. മനസ്സിലായല്ലോ. ഇന്ത്യക്ക് പുറത്ത് ശ്രീലങ്ക, മലേഷ്യ, ഇന്തോനേഷ്യൻ ദ്വീപുകൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ചോള സാമ്രാജ്യം അയൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കാൻ ഇടയാക്കിയ സാഹചര്യങ്ങൾ ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കുക. ആൻസർ നോക്കാം. മധ്യകാല ഇന്ത്യയിൽ ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന പ്രധാനപ്പെട്ട ഒരു രാജ്യമായിരുന്നു ചോള രാജ്യം. CE 9ാം നൂറ്റാണ്ടോടെയാണ് ചോള രാജവംശം പ്രബലമായത്. രാജരാജ ചോളനും രാജേന്ദ്ര ചോളനും ആയിരുന്നു പ്രധാന ചോള ഭരണാധികാരികൾ. ശക്തമായ നാവികസേന ഇവർക്കുണ്ടായിരുന്നു.
അതുകൊണ്ട് തന്നെ ചോള സാമ്രാജ്യം അയൽ രാജ്യങ്ങളായ ശ്രീലങ്ക, മലേഷ്യ, ഇന്തോനേഷ്യൻ ദ്വീപുകളിലേക്ക് വ്യാപിച്ചു. ജലഗതാഗതവും നാവികസേനയും ദ്വീപ് രാജ്യങ്ങൾ എളുപ്പത്തിൽ കീഴടക്കാൻ ചോള രാജാക്കന്മാരെ സഹായിച്ചു. ഓക്കെ, നിങ്ങൾ സ്ക്രീൻ സ്റ്റോപ്പ് ചെയ്ത് എഴുതിക്കോളാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത്, മധ്യകാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച വിദേശ സഞ്ചാരികളുടെ സഞ്ചാരക്കുറിപ്പുകളിലെ പ്രധാന മേഖലകളാണ് നൽകിയിരിക്കുന്നത്. കൃഷിയും കൈത്തൊഴിലും, തൊഴിൽ കേന്ദ്രങ്ങൾ, നഗരങ്ങളും വാണിജ്യവും, വിജ്ഞാന കേന്ദ്രങ്ങൾ. നൽകിയിരിക്കുന്ന സഞ്ചാരക്കുറിപ്പ് വായിച്ച് മേഖലകൾ ക്രമപ്പെടുത്തുക. ഇവിടെ കുറിപ്പുണ്ട്, ഇനി മേഖലയുണ്ട്. നമുക്ക് നോക്കാം. കാർഖാനകൾ പ്രവർത്തിക്കുന്ന വലിയ മുറികൾ പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട്. അത് നമുക്കറിയാം, തൊഴിൽ കേന്ദ്രങ്ങളാണവ അല്ലേ. ഇതാണ് എ, തൊഴിൽ കേന്ദ്രങ്ങൾ. ഓക്കെ, നമുക്കിവിടെ ഇത് താഴേക്ക് എടുത്ത് എഴുതണം. ഓക്കെ, അടുത്തത്, നമ്മൾ ഇന്ത്യക്കാർക്ക് ഏത് ഭാഷയിലും സംസാരിക്കാനാകും, എന്നാൽ മറ്റുള്ളവർക്ക് നമ്മുടെ ഭാഷ വഴങ്ങാൻ ബുദ്ധിമുട്ടാണ്. അത് വിജ്ഞാന കേന്ദ്രങ്ങൾ. അത് ഓൾറെഡി നമുക്ക് കൊടുത്തിട്ടുണ്ട് അല്ലേ. അടുത്തത്, ധാന്യങ്ങൾ കൃഷി ചെയ്യുന്നതിനും കന്നുകാലികളെ മേയ്ക്കുന്നതിനും ഭരണാധികാരികൾക്ക് ഭൂമിക്കരവും മേച്ചിൽക്കരവും കൊടുക്കണം. ഓപ്ഷൻ സി ഏതാണ്? കൃഷിയും കൈത്തൊഴിലും. ഇത് ഓപ്ഷൻ സി. ഇനി അടുത്തത്, വിജയനഗരം എന്ന മഹാനഗരി കീഴ്ക്കാംതൂക്കായ മലനിരകൾക്കിടയിലാണ്, മലനിരകൾക്കരികിലാണ്. അത് നഗരങ്ങളും വാണിജ്യവും. ഡി. മനസ്സിലായല്ലോ? നമ്മൾ ഓപ്ഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് എ, ബി ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്, സി ഇവിടെ, ഇത് ഡി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മുഗൾ കാലഘട്ടത്തിലും സൽത്തനത്ത് കാലഘട്ടത്തിലും ഉദ്യോഗസ്ഥർക്ക് വേതനമായി ഭൂമി പതിച്ചു കൊടുത്തിരുന്ന സമ്പ്രദായം ഏതെല്ലാം പേരുകളിലാണ് അറിയപ്പെട്ടിരുന്നത്? മുഗൾ കാലഘട്ടത്തിൽ ജാഗിർദാരി എന്നും സൽത്തനത്ത് കാലഘട്ടത്തിൽ ഇഖ്ത എന്നുമാണ് അറിയപ്പെട്ടത് അല്ലേ. നമുക്ക് എഴുതി നോക്കാം. ജാഗിർദാരിയാണ്, ഇവിടെ ഇഖ്ത. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മുഗൾ കാലഘട്ടത്തിലെ സാമൂഹ്യ ജീവിതവുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകളാണ് നൽകിയിരിക്കുന്നത്. ശരിയായ പ്രസ്താവന കണ്ടെത്തി എഴുതുക. പ്രവർത്തനം 5 വായിക്കാം. ഓപ്ഷൻ എ, ജാതി, മതം, സമ്പത്ത് തുടങ്ങിയവയൊന്നും സാമൂഹിക പദവികൾ നിർണ്ണയിക്കുന്നതിൽ പങ്കുവഹിച്ചിരുന്നില്ല. തെറ്റാണത് അല്ലേ. എല്ലാവർക്കും ഒരേ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് ഉണ്ടായിരുന്നത്. അതും തെറ്റാണ്. കൈത്തൊഴിലുകളിലും കൃഷിയിലും ഏർപ്പെട്ടിരുന്നവർ സമൂഹത്തിലെ താഴെ തട്ടിലുള്ളവരായിരുന്നു. അത് ശരിയാണ്. സതി, ശൈശവ വിവാഹം തുടങ്ങിയ അനാചാരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇവയൊക്കെ നിലനിന്നിരുന്നു അല്ലേ. അപ്പം ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഗ്രാമീണ ജീവിത രീതിയിൽ നിന്ന് നാഗരികതയിലേക്ക് മാറിയ മലയാളി ഇന്ന് അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് മാലിന്യ സംസ്കരണം. മാലിന്യം വീട്ടിൽ തന്നെ സംസ്കരിക്കുന്നതിന് ഏതെങ്കിലും 2 പദ്ധതികൾ നിർദ്ദേശിക്കുക. അപ്പോൾ ഏതൊക്കെയാ? ഒന്ന് ബയോഗ്യാസ് പ്ലാന്റ് പറയാം അല്ലേ. ബയോഗ്യാസ് പ്ലാന്റ്, മറ്റൊന്ന് മണ്ണിര കമ്പോസ്റ്റും. എഴുതിയെടുക്കാം. ബയോഗ്യാസ് പ്ലാന്റ്, നിങ്ങൾക്ക് അറിയുന്നതെല്ലാം എഴുതാം കേട്ടോ. അടുത്തത് മണ്ണിര കമ്പോസ്റ്റ്. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ കൂട്ടിച്ചേർക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാലിന്യ സംസ്കരണത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ഒരു പോസ്റ്റർ തയ്യാറാക്കുക. അപ്പോൾ നമുക്ക് പോസ്റ്ററിന് എന്ത് വേണം? ഒരു ബോർഡറൊക്കെ വേണം. എപ്പോഴും പോസ്റ്ററിന് നമ്മളിങ്ങനെ ഒരു ബോർഡറൊക്കെ കൊടുത്തിട്ടായിരിക്കണം എഴുതേണ്ടത്. പിന്നെ ഒരു ചിത്രം വരയ്ക്കാം. ഒരു മലിനമാക്കപ്പെട്ട ഒരു ഭൂമിയുടെ ചിത്രം വരയ്ക്കാം. ഓക്കെ, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരച്ച് തയ്യാറാക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് എന്തൊക്കെ കോട്ട്സ് കൊടുക്കാം? ക്ലീൻ ആക്കാം, ക്ലിയർ ആക്കാം എന്ന് കൊടുക്കാം അല്ലേ.
ക്ലീൻ ആക്കാം, ക്ലിയർ ആക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വളരെ മനോഹരമാക്കി വേണം പോസ്റ്റർ തയ്യാറാക്കാൻ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നൽകിയിരിക്കുന്ന പട്ടിക പരിശോധിച്ച് സാധനം, സേവനം ഇവ തമ്മിലുള്ള വ്യത്യാസം കുറിക്കുക. നമുക്ക് ഒരു കോളത്തിൽ സാധനം തന്നിട്ടുണ്ട്, അടുത്തതിൽ സേവനം തന്നിട്ടുണ്ട്. അതിൻ്റെ ആൻസർ നോക്കാം. സാധനം: മനുഷ്യൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനായി നാം ഉപയോഗിക്കുന്ന, കാണാനും സ്പർശിക്കാനും കഴിയുന്ന വസ്തുക്കളാണ് സാധനങ്ങൾ. സേവനങ്ങളാണെങ്കിലോ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് സഹായിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയാത്തവയുമാണ് സേവനങ്ങൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കൂട്ടത്തിൽ പെടാത്തത് ഏത്? പോസ്റ്റ് കാർഡ്, പോസ്റ്റ് ബോക്സ്, പോസ്റ്റ് കവർ, പോസ്റ്റ് ഓഫീസ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, പോസ്റ്റ് ഓഫീസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ പരമാവധി സ്വയം ഉൽപ്പാദിപ്പിക്കണം. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? നമുക്ക് ഉണ്ടെന്നും എഴുതാം, ഇല്ലയെന്നും എഴുതാം അല്ലേ? അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാവും നമുക്ക് എഴുതാൻ പറ്റുന്നത്? നമുക്ക് ദൈനംദിന ആവശ്യത്തിനുള്ള പച്ചക്കറികളൊക്കെ വീട്ടുവളപ്പിൽ വേണമെങ്കിൽ നമുക്ക് കൃഷി ചെയ്യാം അല്ലേ? അപ്പം വിഷരഹിത പച്ചക്കറികൾ കഴിക്കാം. നമുക്ക് വീട്ടിൽ നിന്ന് വരുന്ന വേസ്റ്റുകൾ നമുക്ക് അതുവഴി ഡിസ്പോസ് ചെയ്യാം അല്ലേ? മാലിന്യ സംസ്കരണം നടത്താം. അതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇല്ല എന്ന് എഴുതുന്നവർക്കോ, യോജിക്കുന്നില്ല എന്ന് എഴുതുന്നവർക്ക് എന്തെഴുതാം? എന്തൊക്കെ പോയിൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യാം? നമുക്ക് പറയാം, സ്ഥലപരിമിതി കാരണം എല്ലാവർക്കും ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ സ്വയം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കണമെന്നില്ല അല്ലേ? അതുകൊണ്ടാണ് ഈ പ്രസ്താവനയോട് യോജിക്കാത്തതെന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, മനസ്സിലായല്ലോ? അത് നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്ക് യോജിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ട് എന്ന് എഴുതാം, ഇല്ലെങ്കിൽ ഇല്ല എന്നും എഴുതിയിട്ട് അതിൻ്റെ കാരണം വ്യക്തമാക്കാം. അടുത്ത പ്രവർത്തനം. കേരളത്തിൻ്റെ ഭൂപ്രകൃതി അനുസരിച്ചുള്ള വിവിധ ഇനം വിളകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഇത് കുറച്ച് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? ചിത്രം നിരീക്ഷിച്ച് കേരളത്തിലെ ഭൂവിഭാഗങ്ങൾ കണ്ടെത്തി വിളകളെ തരംതിരിച്ച് പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ എന്തൊക്കെ എഴുതണം? മലനാട്, ഇടനാട്, തീരപ്രദേശം. മലനാട്ടിൽ എന്തൊക്കെ വരും? കാപ്പി, തേയില, ഗ്രാമ്പു, ഏലം ഇവയൊക്കെ നമുക്ക് മലനാട്ടിൽ വരുന്നതാണ് അല്ലേ? ഓക്കെ, ഇനി ഇടനാട്ടിലാണെങ്കിലോ ചേന വരുന്നുണ്ട്, വാഴ വരുന്നുണ്ട്, റബ്ബർ വരുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് തീരപ്രദേശങ്ങളിലാണെന്നുണ്ടെങ്കിൽ തെങ്ങ് വരുന്നുണ്ട്, നെല്ല് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻസൊക്കെ. ഓക്കെ, ബൈ.